ഗീതാവിയായ്യൗത്തം ധാണീം ഗുണവയണസ്സവണേ സകുതൂഹളം മേയം നൗണാഹിണ്ണാണദ്ധം അവരം അയ്യൗത്തസ അഹിണ്ണാണവയണം മേ ചെയ്താൽ സീതാദേവി ഭദ്രാദിനോട് ദർശനം മാത്രം കൊണ്ട് ആഭിമുഖ്യമുണ്ട് ദേവതാവർഗത്തിനെന്നറിഞ്ഞാലും അങ്കുലിയ പ്രധാനം കൊണ്ട് ആര്യപുത്രനെ ആലിംഗനം ചെയ്യുന്നതിനോ എന്ന് തോന്നു മാറിയിരിക്കുന്നു. ആര്യപുത്ര വാർത്താശ്രവണത്തിങ്കൾ സകുതൂഹലം എന്നുடைய ഹൃദയം ആര്യപുത്രന്റെ അഭിജ്ഞാനമായി അവരമായിരിക്കുന്ന വചനത്തെ എനിക്കായി കൊണ്ടറിയിക്കുക എന്ന് വിളിച്ചതാ സീതാദേവി. അത്ര ഭവത്യാം വന്ദനാഭൂമോ വർത്തമാനായാം അഭിജ്ഞാന ദൃഢീകരണാർത്ഥം ശ്രീ ഹനുമാൻ ഈ വഞ്ചനാഭൂമിങ്ങൾ ചഞ്ചലയായി അധിവസിക്കുന്ന നിന്ദിരയുടെ വിശ്വാസത്തിനായിക്കൊണ്ട് ഇത്രമാത്രമുണ്ട് എന്നോട് അനുഭവിച്ചതും ദേവൻ എന്നുള്ളതിനാണ് ശ്രീ ഹനുമാൻ. അരുളി ചെയ്താൽ സീതാദേവി എന്തുകളും ഞാൻ അവഹിതയായി കേൾക്കുന്നത് എന്നരുളി ചെയ്താൽ സീതാദേവി. മന്ദിരം തേ ചോരോദണ്യസ്ത്വമിതി മധുരം യാഹരം ഭവത്യാ മന്ദേ ദീപേ മധുരവംശം മായയാ മല്ലികാനം ബദ്ധം ചേതോ ദൃഢതരമിതി ബാഹുബന്ധച്ഛലേന. ശ്രീ ഹനുമാൻ കേട്ട മുന്നം അയോധ്യയിൽ അധിവസിക്കുന്ന കാലത്ത് ഒരു നാൾ ഗുരുസന്നിധിയെ പ്രാപിച്ച് രാത്രി അതിക്രമിച്ചു വന്ന എന്നെ കണ്ട ദണ്ഡ്യൻ ദണ്ഡാർഹൻ എന്നിങ്ങനെ മധുരമധുരം അമ്മണ്ണമ്മ വഹരിച്ച് തേന്തുള്ളികളോട് കൂടിയിരിക്കുന്ന മല്ലികമാല കൊണ്ട് പിടിച്ചുകെട്ടിയുള്ള ഭുജയുകളം ബാഹുബന്ധച്ചരുടെ ഹൃദയത്തെയും ബന്ധിച്ചു. ഇതിന് മന്ദവന്ത ഭാഗദീപമേ സാക്ഷിയുള്ളൂ എന്നിങ്ങനെ നിന്ദ്രയോട് അറിയിക്കുവാൻ എന്നോട് അറിയിച്ചു ദേവൻ എന്നോടത്തിനാണ് ശ്രീ ഹനുമാൻ.